എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്ക്വയർ പ്രോഡക്റ്റ്. 5 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ. നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഇതും പഠിച്ചതാണ്. വേറെ പവേഴ്സ് ആയിരുന്നു മാത്രം. ഇതിപ്പോൾ സ്ക്വയറിന് തന്നെ. 5 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഒരേ നമ്പറിന്റെ പവേഴ്സ് ആയിരുന്നു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരുന്നത്. 5 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. എന്നിട്ട് 25 16 കൂടി പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ? രണ്ടിൻ്റെയും പവർ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് 5 ഇൻറ്റു 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും ശരിയല്ലേ? 5 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എന്നുള്ളതിന് പകരം 5 ഇൻറ്റു 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതി, ശരിയല്ലേ? ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 4 ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താ വരാ? 5 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എന്നല്ലേ വരിക? അപ്പൊ ശരിയല്ലേ? നെക്സ്റ്റ് പേജ് ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദെയർ പ്രോഡക്റ്റ്. മനസ്സിലായോ? ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയേഴ്സ്, രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ സ്ക്വയറിന് ഈക്വൽ ആണെന്ന്. അത് തന്നെയാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇതിപ്പോൾ 25 16 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 5 ഇൻറ്റു 4 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേ? 400. അപ്പം പെട്ടെന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അതാണ് സ്ക്വയർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോൾ എന്തായിരുന്നു പ്രത്യേകത? ഒരേ നമ്പർ ആയിരിക്കും അല്ലെ? ഇപ്പൊ 4 സ്ക്വയർ ഇൻറ്റു 4 raised to 6 അങ്ങനെ പവറിൽ വ്യത്യാസം വരും, നമ്പേഴ്സ് സെയിം ആയിരുന്നു. അപ്പൊ നമ്മൾ 4 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ പവേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യാണ് ചെയ്തിരുന്നത് അല്ലെ? 2 + 6 എന്ന് പറഞ്ഞിട്ട് 4 raised to 8 നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ എന്താണ്? പവർ ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? പവർ ഈക്വൽ ആണ്, നമ്പർ ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആദ്യം കണ്ടിട്ട് ആ പ്രോഡക്റ്റിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. അതായത് രണ്ട് നമ്പറിന്റെ സ്ക്വയേഴ്സ് തമ്മിലുള്ള പ്രോഡക്റ്റും ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ സ്ക്വയറും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നാൽ XY ഹോൾ സ്ക്വയർ ആണ് എന്ന് മനസ്സിലായി. ഞാൻ ബോക്സിന്റെ മേലെ ഒരു 3 എണ്ണം തന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കാം. 5 സ്ക്വയർ ഇൻറ്റു 8 സ്ക്വയർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ 5 ഇൻറ്റു 8. ആ രണ്ട് നമ്പേഴ്സിന്റെ ആദ്യം പ്രോഡക്റ്റ് കാണുന്നു, എന്നിട്ട് ഹോൾ സ്ക്വയർ കണ്ടാൽ മതി. 5 ഇൻറ്റു 8 എത്രയാ? 40 സ്ക്വയർ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? 4ന്റെ കണ്ട 16, പിന്നെ 2 0 2. അങ്ങനെ 1600 കിട്ടി. അടുത്തതുപോലെ 2.5 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ. 2.5 ഹോൾ സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ അല്ലേ? 4 അല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യണം? 2.5ഉം 4ഉം ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓൾ റൈസ് ടു 2.5 എന്ന് പറയുമ്പോൾ നമ്മൾ ഡെസിമൽസിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോയിന്റ് ആദ്യം കളയും. അപ്പോൾ 25 ആയി അല്ലേ? 25 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ആണ്. 25ൽ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ്, അപ്പം അതിവിടെ വരുമ്പോൾ എന്തായി? 10.0. പോയിന്റിന് ശേഷം 0 മാത്രമുള്ളപ്പോൾ നമുക്കത് കളഞ്ഞു. അപ്പോൾ നമുക്ക് 10 എന്ന ആൻസർ കിട്ടി. 10 സ്ക്വയർ എന്ന് കിട്ടി. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 അല്ലെ? എത്ര എളുപ്പമാണല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതുപോലെ 1.5 ഹോൾ സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ കണ്ടുപിടിച്ചൂടെ? ഞാൻ പറഞ്ഞില്ല. 1.5 ഹോൾ സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ. 1.5 അപ്പം എന്താ ചെയ്യാൻ? നമ്മൾ 1.5 ഇൻറ്റു 0.2 എഴുതും അല്ലേ? എന്നിട്ട് ഈ സ്ക്വയർ അങ്ങനെ ഇട്ട് കൊടുക്കും. ഓൾ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 15ഉം 2ഉം കൂടിയിട്ട് വേണം ഇൻറ്റു ചെയ്യാൻ അല്ലേ? അപ്പൊ നമുക്ക് 30 കിട്ടി. ഇതിലൊരു സ്ഥാനം നീക്കി പോയിന്റ് ഇവിടെയും ഒരു ഡിജിറ്റ് നീണ്ടു പോലെ. അപ്പൊ 2 കൂടി 2 ഡിജിറ്റ്. അപ്പൊ 1 2. അപ്പൊ ഇവിടെ പോയിന്റ് വന്നു അല്ലേ? അതായത് 0.3 കിട്ടി ഇതിന്റെ പ്രോഡക്റ്റ്.
ഇനി ഈ പ്രോഡക്റ്റിൻ്റെയാണ് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് 0.3 ഇൻറ്റു 0.3. അപ്പോൾ 3 ഇൻറ്റു 3 9 ആണ്. ഇതിൽ രണ്ടിലും കൂടി 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിന് പകരം ഒരു 0 കൊടുത്തു. എന്നിട്ട് ഇവിടെ 0.2 0.09 ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെ ആ ഭാഗവും കഴിഞ്ഞു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്ക്വയർ ഫാക്ടേഴ്സ്. സ്ക്വയർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാക്ടറൈസേഷൻ, ഒരു നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യാൻ അറിയാം പ്രൈം നമ്പേഴ്സ് കൊണ്ട്, ഇല്ലേ? 18 എന്നൊരു നമ്പർ എടുക്കാം. 18 2 പോയി 9 3 3 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് വന്നു. അപ്പം നമ്മൾക്ക് 2വിനെ 2 തന്നെ എഴുതാൻ പറ്റുള്ളൂ. 3ന് നമുക്ക് ഗ്രൂപ്പായി. അപ്പം 3 സ്ക്വയർ എഴുതാം. 2 ഇൻറ്റു 3 സ്ക്വയർ എഴുതാം. 18നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 ഇൻറ്റു 3 സ്ക്വയർ കിട്ടി. അങ്ങനെയാണെങ്കിൽ 18 സ്ക്വയറിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരിക? 18 ഈക്വൽസ് 2 ഇൻറ്റു 3 സ്ക്വയർ. അപ്പോൾ 18 സ്ക്വയർ എന്തായിരിക്കും? 2 ഇൻറ്റു 3 സ്ക്വയർ ഓൾ സ്ക്വയർ ആയിരിക്കും, അല്ലേ? അതായത് 2 ഈ സ്ക്വയർ ഇതിനും വരും. അപ്പോൾ 2ന് വരുമ്പോൾ എന്തായി? 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ പവേഴ്സ് ഓഫ് പവറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 സ്ക്വയർ ഇൻറ്റു ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? പവറിന് പവർ വന്ന് എന്ത് ചെയ്യും? രണ്ട് പവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 3 raised to 2 into 2 4. 2 സ്ക്വയർ ഇൻറ്റു 3 raised to 4 എന്ന് വരും 18 സ്ക്വയർ. മനസ്സിലായില്ലേ? അതായത് ഒരു നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു, പിന്നെ അതേ നമ്പറിൻ്റെ തന്നെ സ്ക്വയർ നമ്മൾ എഴുതാൻ പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയറിനെ പിന്നെ ഫാക്ടറൈസ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിനെ തന്നെ നമ്മളൊന്ന് അതിൻ്റെ മൊത്തത്തിൽ സ്ക്വയർ ചെയ്താൽ മതി ആ ഫാക്ടേഴ്സിനെ. മനസ്സിലായില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് വരുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പം നമുക്ക് ഒരു എന്താ പറയുക, 40 എടുക്കാം. 40 2 20 2 10 2 5 കഴിഞ്ഞു. അപ്പം എന്താവുന്നത്? 2 raised to 3 into 5 എന്ന് വന്നു. 40 ഈക്വൽസ് 2 cubed into 5 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ 40 സ്ക്വയർ എന്തായിരിക്കും? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിന് മൊത്തത്തിൽ നമ്മൾ സ്ക്വയർ ചെയ്യാണ്. 2 cubed into 5 all സ്ക്വയർ. 2 cubed into 2 നോക്കിയേ. ഇനി ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ കൊടുത്ത് നോക്കാം. ഇൻറ്റു 5 സ്ക്വയർ. 5ൻ്റെ ഒന്നുമില്ല പവർ. അപ്പോൾ നമ്മൾ 5ൻ്റെ സ്ക്വയർ നേരിട്ട് കൊടുത്തു. ഇതിന് ഓൾറെഡി 3 എടുക്കുന്നുണ്ട് മുകളിൽ. പിന്നെ അതിന് സ്ക്വയർ ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ വരെ പവർ ഓഫ് പവറിൽ എന്ത് ചെയ്യും? നമ്മൾ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്താ വരാ? 2 raised to 6 ഇൻറ്റു 5 സ്ക്വയർ. മനസ്സിലായില്ലേ? Can you write each number below and its square as a product of prime powers? Prime പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുമോ? താഴെ തന്നിട്ടുള്ള നമ്പറും എഴുതണം, അതിൻ്റെ സ്ക്വയറും എഴുതണം. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്പറാണ് 35. 35 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 പോയി 7 7. ആകെ 5 ഇൻറ്റു 7 കഴിഞ്ഞു. അപ്പോൾ 35 ഈക്വൽസ് നമ്മൾ എങ്ങനെ എഴുതും? 5 ഇൻറ്റു 7. Therefore 35 സ്ക്വയർ എന്ത് വരും? 5 ഇൻറ്റു 7 ഓൾ സ്ക്വയർ. അതായത് 5 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ. മനസ്സിലായോ? ഇത് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ 45. ഇനി ഞാൻ പറഞ്ഞു തരണം, മനസ്സിലായി? 45 ഇതുപോലെ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞ് 72 വേണമെങ്കിൽ കാണിച്ചു തരാം. 72 2 പോയി 3 6 വീണ്ടും 2 പോയി 18 വീണ്ടും 2 9 3 3 3 1. അപ്പോൾ എന്തോന്നു? 72 ഈക്വൽസ് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ സ്ക്വയർ എഴുതണം. 72 സ്ക്വയർ അപ്പം എന്താവും? 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പം ഇനി ഓരോന്നിനും അതിട്ട് കൊടുത്ത് എന്ത് വരും? 2 ക്യൂബിനും നമ്മൾ സ്ക്വയർ കൊടുത്തു,
ആൻഡ് 3 സ്ക്വയറിനും സ്ക്വയർ കൊടുത്തു. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2 raised to 6 into 3 raised to 4. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അതെല്ലാം ചെയ്യാം. ഇനി റിവേഴ്സ് കമ്പ്യൂട്ടേഷൻ ആണ്. അപ്പം ഇതുവരെ പറഞ്ഞതൊക്കെ നന്നായി മനസ്സിലായില്ലേ? അപ്പം ഇനി ബാക്കി ഭാഗം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം.